കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി വീണ്ടും സിപിഎമ്മിന്റെ റോഡ് കയ്യേറ്റം. പത്തനംതിട്ട കോന്നിയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചത് നടപ്പാത കയ്യേറിയാണ്. റോഡിന് ഇരുവശത്തുമുള്ള കട ഉടമകളോട് ചോദിച്ചിട്ടാണ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനു വിശദീകരിച്ചു. സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ പാതകൾ കയ്യേറി ഹോർഡുകളും ഫ്ലെക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും ഒക്കെ നിറയുന്നത്. കോന്നി എലിയറക്കൽ മുതൽ കോന്നി സമ്മേളന വേദി വരെയുള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള 3.5 കിലോമീറ്റർ പ്രദേശത്തേക്കാണ് ഇത്തരത്തിൽ ഈ ബോർഡുകൾ റോഡ് കയ്യേറിക്കൊണ്ട് വെച്ചിട്ടുള്ളത്. റോഡിലും അതേപോലെ തന്നെ നടപ്പാതയും കയ്യേറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പല ബോർഡുകളും നടവഴിയിൽ നിന്ന് റോഡിലേക്ക് തള്ളി നിൽക്കും വിധത്തിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തുടർന്ന് ഇത് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് നീക്കിയതുമാണ്. പിന്നീട് വീണ്ടും ഈ ബോർഡുകൾ തൽസ്ഥിതിയിലേക്ക് തന്നെ വീണ്ടും സ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ സമ്മേളനം നടക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ മാത്രമാണ് ഇത്തരത്തിൽ ബോർഡുകൾ ജില്ലാ പഞ്ചായത്ത് കോന്നി ജില്ലാ പഞ്ചായത്ത് നീക്കം ചെയ്തത്. WP നമ്പർ 22/750 2018 അനുബന്ധ കേസുകളും പരിഗണിച്ച് കോടതി വിധികളുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബോർഡുകൾ നീക്കം ചെയ്തത്. കോടതി ഉത്തരവ് നിലനിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ കൊടിതോരണങ്ങൾ എന്നിവ നിശ്ചിത സമയത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോന്നി ഗ്രാമപഞ്ചായത്ത് CPM നേതൃത്വത്തിന് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ CPM നേതൃത്വം ഇത് നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും പിന്നീട് ജില്ലാ പഞ്ചായത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ബോർഡുകൾ നീക്കം ചെയ്തത്. പക്ഷേ നീക്കം ചെയ്ത് പിന്നീട് വീണ്ടും CPM പ്രവർത്തകർ ഈ പ്രദേശത്ത് തന്നെ വീണ്ടും ബോർഡുകളും ഹോർഡുകളും പരസ്യ ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രദേശം വളരെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ട ഒരു മേഖലയാണ്. ശബരിമലയിൽ നിന്ന് വലിയ തീർത്ഥാടകരൊക്കെ തന്നെ ഈ പ്രദേശം വഴിയാണ് ഈ റോഡ് മാർഗമാണ് ഉപയോഗിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴയിലെ പ്രധാന പാതയാണ്, ഈസ്റ്റേൺ ഹൈവേയുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിരന്തര അപകടങ്ങൾക്കുള്ള സാധ്യതാ മേഖലയുമാണ്. ഈ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു കുടുംബത്തിലെ 4 പേർ അപകടത്തിൽ മരിച്ചത്. ആ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ്. അല്ലെങ്കിൽ കോടതി വിധിയെ ലംഘിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ CPM പ്രവർത്തകർ അല്ലെങ്കിൽ പ്രവർത്തനം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.